ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ സ്ഥലത്ത് നയനയും നന്ദുവും കൂടെ എത്തുവാണ് കേട്ടോ. നയനയും നന്ദു അകത്ത് കയറി നോക്കുമ്പോഴേക്കും ഗുണ്ടകളെയൊക്കെ കാണുവാണ്. ഗുണ്ടകൾ ഇവരെ കാണുമ്പോഴേക്കും നയനെ പിടിച്ചെടുത്ത് അള്ളൊക്കെ തള്ളുന്നുണ്ട് കേട്ടോ. നയന താഴേക്ക് വീഴുവാണ്. ആ ഒച്ചയായിട്ട് അനാമിക തിരിഞ്ഞു നോക്കുമ്പോൾ നയനെ കാണുവാണ്. അപ്പോഴേക്കും ഓരോരോ ഗുണ്ടകളായിട്ട് നമ്മുടെ നന്ദു അടിച്ച് വീഴ്ത്തുവാണ് കേട്ടോ. 3-4 പേരെ നന്ദു ഒറ്റയ്ക്ക് അടിച്ച് വീഴ്ത്തുവാണ്. ഇതൊക്കെ കണ്ട് അനാമിക അന്തം വിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിന്ന് നയന അനാമികയുടെ കെട്ടൊക്കെ അഴിച്ചു വിട്ട് പറയുവാണ്, വാ നമുക്ക് പെട്ടെന്ന് പോവാം ഇവിടെ നിന്ന് പറഞ്ഞ് പയ്യെ വെള്ളോട്ട് ഇറക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. കഴിഞ്ഞ് വെള്ളമെത്തി കഴിയുമ്പോഴേക്കും നന്ദുവിനോട് പറയുവാണ്, നീ പെട്ടെന്ന് അനാമികേനെ വീട്ടിൽ കൊണ്ടാക്കുക, ഞാൻ ആ ജംഗ്ഷനിൽ നിൽക്കാം, അത് കഴിഞ്ഞ് വന്ന് എന്നെ കൂട്ടിയാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. നന്ദു നേരെ അനാമികേനെയും കൂട്ടി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അനാമികയുടെ വണ്ടി എടുക്കുവാണ്. നയന നന്ദുവിൻ്റെ കൂടെയാണ് കേട്ടോ വീട്ടിൽ ചെല്ലുന്നത്. അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ പറ്റിയെന്നൊക്കെ ഒന്നും അറിയാത്ത രീതി ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആൾ മാറിപ്പോയതാണെന്നാണ് തോന്നുന്നത് അച്ഛാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഞങ്ങളെയാ എല്ലാവർക്കും അവിടെ സംശയം. അനാമിക ലാസ്റ്റ് നന്ദുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെയായിരുന്നു സംശയം, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, പിന്നെ എനിക്ക് കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കല്യാണത്തിന്, വേറെ അവനും ഇതിലൊരു എതിർപ്പും ഇല്ല, നിങ്ങളൊക്കെ വെറുതെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട, അങ്ങനെയായിരുന്നു ഇപ്പം ഞങ്ങൾ ജീവൻ പണയം വെച്ച് പോയി അനാമികേനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുകയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേ സമയത്ത് ധർമ്മേന്ദ്രൻ ഗുണ്ടകളോട് ചോദിക്കുകയാണ്, ഒരു ചീള് പെണ്ണ് വന്ന് ഇത്രയും പേരെ അടിച്ചിട്ടെന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുകയാണ്, മർമ്മം നോക്കിയിട്ട് അവൾ അടിച്ചതെന്ന് പറയുമ്പോഴേക്കും ധർമ്മേന്ദ്ര ദേഷ്യം എന്നിട്ട് പറയണം, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ ഒന്നേന്ന് പോയി മർമ്മം എവിടെയാണെന്ന് പഠിച്ചിട്ട് വാ, നിന്നെയൊക്കെ എന്ത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് നിർത്തണം എന്ന് പറയാൻ വേണ്ടി മാത്രമേ നന്ദുവിനെ വിളിച്ചത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിനൊന്നും ആകെ ഒന്ന് കൊള്ളുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുവാണ്, എന്തായാലും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുവാണ്. കഴിഞ്ഞ് നന്ദു നയനയും ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുത്, അനാമിക തന്നെ എല്ലാവരും വിളിച്ച് നടന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അവരിറങ്ങിക്കഴിയുമ്പോഴേക്കും അനാമിക അച്ഛനോടും അമ്മയോടും പറയാം, എന്തായാലും എന്നെ പിടിച്ചുകൊണ്ട് പോയെന്നും കാശ് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതാകെ നാണക്കേടാ, അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഐഡിയ ഒക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ ചെയ്യാം, എങ്ങനെയും എനിക്ക് അനന്തപുരിയിൽ മരുമകളായിട്ട് കയറിയേ പറ്റുള്ളൂ, അതിനോട് ജീവിച്ചേ പറ്റുള്ളൂ, അതിനുള്ള മാർഗ്ഗം ഞാൻ ശരിയാക്കിക്കോളാം, അതിന് ദയവായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ട് അയച്ചത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെന്താ ഉദ്ദേശിക്കുന്നത്, അത് അച്ഛനും അമ്മയും വഴിയെ കണ്ടറിഞ്ഞാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നന്ദു നയനയും കൂട്ടി നന്ദുവിൻ്റെ വീട്ടിലെത്തുവാണ്. അവിടെ ഗോവിന്ദനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, സാരമില്ല, എന്തായാലും നയനമോള് നല്ല കാര്യമാണ് നീ ചെയ്തത്, ഇനിയിപ്പോൾ ആൾക്കാർക്ക് സംശയമൊന്നും ഉണ്ടാവുകയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ നയന അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നയന പോയി കഴിയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അവളെ ആൾ മാറി തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കതിനെന്തോ സംശയമുണ്ട് അച്ഛാന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ വിട്ടേക്കെ, ഇനി അതിൻ്റെ ഒന്നും പുറകെ നമ്മൾ പോകണ്ട, ആ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഗോവിന്ദൻ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നയന തിരിച്ച് വീട്ടിലെത്തുവാണ്. ആ സമയത്ത് എന്തായെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് കേട്ടോ കനക ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് പിടിച്ച് നയനെ വിളിക്കണോ, ഇനി എവിടെയായിരിക്കും എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നയന കയറി വരുവാണ് കേട്ടോ. നയന കയറി വന്നിട്ട് കനകയോട് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞങ്ങൾ ആ കൊച്ചിനെ സേഫാക്കി വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ജാനകി മോളിൽ നിന്ന് വരുവാണ് കേട്ടോ. ജാനകി ആകെ ദേഷ്യപ്പെട്ട് നയനേനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, നടന്ന എന്താണെന്ന് അനാമികയോട് ചോദിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, അവൾ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്ന് പറയുവാണ്. അതിന് ജാനകി ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അനാമിക വിളിക്കുവാണ് കേട്ടോ. അനാമിക വിളിച്ചിട്ട് പറയാണ്, എന്താ നടന്നതെന്ന് ശരിക്കും അറിയില്ല ആൻറ്റി, അവരെ വന്ന് രക്ഷിച്ചേ, പക്ഷേ എന്നെ നന്ദു വിളിച്ചിട്ടാണ് കാണണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജാനകി ചോദിക്കുന്നുണ്ട്, നന്ദുവാണോ മോളെ വിളിച്ചേ, മോള് നന്ദുവിനെ വിളിച്ചു എന്നാണല്ലോ ആദർശ് പറഞ്ഞു. അപ്പോൾ അനാമിക പെട്ടെന്ന് പറയും, അല്ല ആൻറ്റി, അവളെ എന്നെ വിളിച്ചത്, എന്തിനാ കാണണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്, ആ പോയ വഴിക്കാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത്, ഇനി അവരായിട്ട് ആരെങ്കിലും പറഞ്ഞു വിട്ട് തട്ടിക്കൊണ്ട് പോയതാണോ, അത് കഴിഞ്ഞ് അവർ തന്നെ വന്ന് രക്ഷിച്ചാണോ ഒന്നും എനിക്കറിയില്ല ആൻറ്റി എന്നുള്ള രീതിയിൽ കള്ളം പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയാണ്, അവരെന്തിനൊക്കെയാണോ ഇത് ചെയ്തത് അതൊന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് ഒരൊറ്റ മരുമോളേ ഉണ്ടാവുള്ളൂ, ഈ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഒരൊറ്റ പെങ്കൊച്ചേ വരുള്ളൂ, അത് മോള് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് വളരെ സന്തോഷിച്ചിരിക്കുന്ന അനാമികേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്